നമ്മൾ കുറിവാക്യമായി വായിച്ചത് യോഹന്നാൻ 7:37. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നു തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൽ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാവുന്നു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് രക്ഷരീക ജലം കുടിക്കാനല്ല പറഞ്ഞത്, കൊടുക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുടിക്കാനാണ് ജനത്തെ ആഹ്വാനം ചെയ്തത്. അത് കുടിക്കുന്നവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, ദാഹിക്കത്തില്ല എന്ന തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ചില ആഴ്ചകളായി പരിശുദ്ധാത്മാവ് നമ്മളെ പുതുവർഷത്തിൽ കടന്നതിന് ശേഷം ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങൾ ഇതാണ്. ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒന്ന്, നദിയിലേക്ക് പ്രവാചകനെ ഇറക്കിയിട്ട് പറയുന്നു, ഈ നദിയുടെ ആഴം നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ഇറങ്ങിയ നദിയിൽ നീ നിന്ന് നിളയരുത്. നദിയിലേക്ക് നീ മുമ്പോട്ട് നടക്കണം. നീ മുൻപോട്ട് പോകുമ്പോൾ നിന്റെ നരിയാണിയോളമല്ല വെള്ളം, മുട്ടോളമല്ല, അരയോളമല്ല, ഇത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു നദിയാണ്. ഈ നദി എന്ന് ആരംഭിച്ചെന്ന് ചോദിച്ചാൽ യേശു ഇത് പറഞ്ഞെങ്കിൽ, യേശു ഇത് പറഞ്ഞതിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിയിൽ ഒരു നദിയായി തന്നെ ആത്മാവിന്റെ പ്രവാഹം ഉണ്ടായി. ആ പ്രവാഹത്തിലേക്ക് ജനം നീന്താൻ തുടങ്ങി. നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ആദം മുതൽ നോഹ വരെ നമ്മൾ പഠിക്കുമ്പോൾ നരിയാണിയോളമായിരുന്നു. നോഹ മുതൽ മോശ വരെ നമ്മൾ പഠിക്കുമ്പോൾ മുട്ടോളമായിരുന്നു. മോശ മുതൽ കാൽവരി വരെയും അത് അരയോളമായിരുന്നു. എന്നാൽ പെന്തക്കോസ്ത് മുതൽ പിന്നീട് നീന്തുന്ന ഒരു അനുഭവമായിരുന്നു. ഇതാ പരിശുദ്ധാത്മാവിന്റെ നദിയെ കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ഇതാണ്, കൊടിയ കാറ്റടിക്കുന്നത് പോലെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ആത്മാവ് കാറ്റുപോലെ, കാറ്റിന്റെ ഉറവിടം ഉയരത്തിന. കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല, എങ്ങോട്ട് പോകുന്നു എന്നും നമ്മൾ അറിയുന്നില്ല. കാറ്റിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെ കാറ്റിനെ ഫീൽ ചെയ്യാൻ കഴിയും, കാറ്റിന്റെ പ്രവർത്തികളെ കാണാൻ കഴിയും. ശരിയായി പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആത്മാവ് അവരുടെ മേൽ വന്നു, അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. ആത്മാവ് വന്നതിന്റെ അടയാളം നമ്മൾ കണ്ടു, അവർ അന്യഭാഷകൾ സംസാരിച്ചു എന്നുള്ളത് തിരുവെഴുത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പല പ്രാവശ്യം നമുക്ക് ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് നദി കഴിഞ്ഞു, കാറ്റ് കഴിഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു മഴ പോലെ. സെക്രിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. സെക്രിയാവ് 10:1. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിക്കുവിൻ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നവല്ലോ, അവനവർക്ക് വയലിലെ ഏതു സസ്യത്തിനും വേണ്ടി. യഹോവ മിന്നൽ പിണരുണ്ടാക്കി തന്റെ ജനത്തിന് മഴ കൊടുക്കുന്നു. ഇവിടെ മഴ എന്ന് അർത്ഥമാക്കുന്നത് ശരിക്കും ആത്മാവിന്റെ മഴയാണ്. നമ്മൾ പാടാറുണ്ടല്ലോ, ആശിഷ മാരി പെയ്യണമേ എന്നൊക്കെ പാടുമ്പോൾ ശരിക്കും ആ മഴ, വൻമഴ താ ദൈവമേ എന്ന് പാട്ടുകാരൻ അവിടെ പാടാനുള്ള കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരു മഴയാണ് ഇവിടെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മഴ എന്നുള്ളത് കേരളത്തിൽ ജനിച്ചു വളർന്ന നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. കാരണം മഴ കണ്ടു വളർന്നവരാണ് നമ്മൾ. പക്ഷെ മഴയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മഴയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും എല്ലാ മഴയ്ക്കും നമ്മൾ ഒരു പേരല്ല കൊടുക്കുന്നത്. ഒരു ചാറ്റമഴ പെയ്തു, അല്ലേ, ഒരു പൊടിമഴ പെയ്തു, ഭയങ്കര മഴയായിരുന്നു. അപ്പൊ മഴയ്ക്ക് തന്നെ നമ്മൾ ഒരു പേരിനാലല്ല നമ്മൾ അറിയപ്പെടുന്നത്. ഭയങ്കര മഴയായിരുന്നു, ഒരു ചാറ്റമഴ പെയ്തു, ഒരു പൊടിമഴ പെയ്തു, ഈ ഒരു തുലാവർഷമായിരുന്നു എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ചില ദിവസം ഒരു തുള്ളിക്കൊരു കുടമെന്ന് വെച്ച് ഭയങ്കര മഴ ഒക്കെ പറഞ്ഞ് നമ്മൾ മഴയ്ക്ക് സെപ്പറേറ്റ് പേരുകളാണ് ഇടുന്നത്. ഭാരതത്തിൽ മഴയ്ക്ക് ഓരോ കാലങ്ങളുണ്ട്. നമ്മൾ പറയാറുണ്ടോ, തുലാവർഷം
തുലാവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീസൺ മുഴുവനും മഴയുടെ സീസൺ. പ്രത്യേകിച്ച് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകാൻ ജൂൺ 1 അന്ന് പുതിയ ഉടുപ്പെടുത്തിരുന്നതിന്റെ അന്ന് മഴ തുടങ്ങും. പുതിയ പുസ്തകം മേടിച്ച് ബാഗും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിന്റെ അന്ന്. ഇന്നിപ്പോ ജൂൺ 1 ജൂലൈ ഒന്നുമില്ല, തോന്നുമ്പോഴൊക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിന് കാരണമുണ്ട്. അത് നമ്മൾ തിരുവഴുത്തിലൂടെ പഠിക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ദൈവം കാലങ്ങൾ തെറ്റിച്ച് മഴ പെയ്യിക്കുന്നതെന്ന്. ബൈബിൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് പോകട്ടെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഈ മഴയ്ക്ക് ഇന്ത്യയിൽ ഓരോരോ കാലത്ത് പെയ്യുന്ന ഓരോ മഴയ്ക്ക് നമ്മൾ ഓരോ പേരിടുന്നത് പോലെ ഈ പാലസ്തീനോടുള്ള ബന്ധത്തിലാണ് ഈ തിരുവഴുത്തിലെ എല്ലാ മഴകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. പാലസ്തീനിൽ പെയ്യുന്ന ഓരോ മഴയ്ക്കും ഓരോ പേരുകളാലാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, മുൻമഴ, പിന്മഴ, ഫോർമൽ റെയിൻ എന്നും ലേറ്റർ റെയിൻ എന്നും പറയപ്പെടുന്ന 2 മഴകൾ, ഏറ്റവും പ്രധാനപ്പെട്ട 2 മഴകളാണ് പാലസ്തീനിൽ പെയ്യുന്ന മുൻമഴയെന്നും പിന്മഴയെന്നും പേര് കൊടുക്കും. എന്നാൽ എബ്രായ ഭാഷയിൽ അവർ ഓരോ മഴയ്ക്കും ഓരോ പേരുകളാലാണ് അറിയപ്പെടുന്നത്. ഞാൻ വേഗത്തിൽ, അത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഈ ഭാഗങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എബ്രായ വാക്കിൽ അവർ ഓരോ മഴയ്ക്കും പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു മഴയ്ക്ക് കൊടുക്കുന്ന പേരാണ് യോറയും മോറയും എന്ന് പറയും. യോറ, മോറ എന്ന് പറയുന്ന ആ മഴയെ കുറിച്ച് അവർ പഠിപ്പിക്കുന്ന ഏകദേശം ഒക്ടോബർ ലാസ്റ്റ്, നവംബർ 1 ഈ മാസങ്ങളിൽ പെയ്യുന്ന ഈ മഴയ്ക്ക് അവർ ചെയ്യുന്ന ആദ്യ മഴയാണ്. ഈ മഴയ്ക്ക് അവർ കൊടുക്കുന്ന പേരാണ് മുൻമഴ. മുൻമഴ എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഈ മഴയുടെ മുമ്പിൽ സന്തോഷിക്കുന്നത് പാലസ്തീനിലെ കർഷകരാണ്. കൃഷി ഇറക്കുവാൻ വേണ്ടി അവരവരുടെ പുരയിടങ്ങളെല്ലാം, അവരുടെ നിലങ്ങളെല്ലാം ഉഴുതു മറിച്ച് കട്ടകൾ ഉറച്ചിട്ടിരിക്കുക. പക്ഷേ വിത്ത് അവരുടെ വീട്ടിലിരിക്കുക. ഈ വീട്ടിലിരിക്കുന്ന വിത്ത് പാകി അത് മുള പൊട്ടി വരണമെങ്കിൽ ഈ മുൻമഴ കിട്ടിയേ പറ്റത്തുള്ളൂ. മുൻമഴ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് കർഷകരായിരിക്കും. കാരണം അവരുടെ വിളവ് അവിടേക്കിട്ട് അതൊന്ന് മുളപ്പിക്കാൻ വേണ്ടി പെയ്യുന്ന, ചില ആഴ്ചകളോളം പെയ്തിറങ്ങുന്ന ആ മഴയ്ക്ക് അവർ കൊടുക്കുന്ന പേരാണ് യോറയും മോറ. യോറ, മോറ എന്ന് പറയുന്ന ഈ മഴയ്ക്കാണ് അവർ മുൻമഴ എന്ന് പറയുന്നത്. എന്നാൽ മൽക്കോഷ് എന്ന് പറഞ്ഞ മറ്റൊരു മഴയുണ്ട്. ആ മഴയാണ് നമ്മൾ പറയുന്ന പിന്മഴ. ഈ മഴ പെയ്യുന്നത് ഈ ഇറക്കിയ വിളവ് കതിരുകളായി നിറഞ്ഞ മണികളുമായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് പാകമാകാൻ വേണ്ടി പെയ്യുന്ന ഒരു മഴയാണ് പിന്മഴ എന്ന് പറയുന്നത്. ഇതും കർഷകനെ ഭയങ്കരമായി ആനന്ദിക്കുന്നതാണ്. കാരണം അവന്റെ ഒരു വർഷത്തെ അധ്വാനം അവൻ കാവലിരുന്ന് നല്ല കതിരുകളായി. ഈ മഴ പെയ്തില്ലെങ്കിൽ കതിരുകളെല്ലാം പതിരുകളായി. അതുകൊണ്ട് ഈ മഴ അവർ ഏറ്റവും കൂടുതൽ ആ മുൻമഴ പോലെ തന്നെ അവർ സന്തോഷിക്കുന്ന ഒരു മഴയാണ് പിന്മഴ. ഇതൊക്കെ പശ്ചാത്തലത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത്, പിന്മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിപ്പി. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കാറ്റുപോലെ തന്നെ മഴ പെയ്യിക്കുന്നത് മനുഷ്യനല്ല. കൃത്രിമമായിട്ട് ഇന്ന് വരെ എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു രാജ്യത്തുനിന്ന് മഴ പെയ്യിക്കാൻ ആരെങ്കിലും കണ്ടുപിടിച്ചോ? മഴ പെയ്യുന്നത് ഉയരത്തിൽ നിന്നാണ്. ഇവിടെ നിന്ന് പൈപ്പിൽ വെള്ളം തളിക്കുന്നത് പോലല്ല, ഉയരത്തിൽ നിന്ന് മേഘങ്ങൾ പൊടിക്കുന്ന മഴ. ഇങ്ങനെയെങ്കിൽ ആത്മാവ് തരുന്നത് ദൈവമാണ്. അത് ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ആ മഴ ഈ ഭൂമിയിൽ വന്നു വീഴുമ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെയായിരിക്കും ആത്മാവിന്റെ പ്രവാഹം ഉണ്ടാകുമ്പോഴും നമ്മൾ ഭൂമിയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തോട് പ്രവാചകൻ പറഞ്ഞത്, ഒരു മഴ നിങ്ങൾക്ക് വേണമെങ്കിൽ മഴ തരുന്നവനായ ദൈവത്തോട് അപേക്ഷിപ്പി. മുൻമഴയും പിന്മഴയും തരാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ ഈ മുൻമഴയും പിന്മഴയെ കുറിച്ച് ഞാൻ അല്പം കൂടെ വിശദമായിട്ട് ചിന്തിക്കാം. അത് കൂടാതെ പെയ്യുന്ന മറ്റു പല മഴകളുണ്ട്. ഗഷേം എന്ന് പറയുന്ന ഒരു മഴയുണ്ട്. ഈ മഴയ്ക്ക് അവർ പറയുന്നത് കനത്ത മഴയെന്ന്, ഭയങ്കര കനത്ത മഴ. അതിനുശേഷം പറയുന്ന വേറെ ചില വാക്കുകളുണ്ട്. റബീബീം എന്ന് പറഞ്ഞാൽ ഒരു ചാറ്റൽ മഴയ്ക്ക് കൊടുക്കുന്ന പേരാണ് റബീബീം എന്ന് പറയുന്നത്. എന്നാൽ സെറോം എന്ന് പറയുന്ന ഒരു മഴയുണ്ട്, അത് പേമാരി. എന്നാൽ സാഗ്മീർ എന്ന് പറയുന്ന മറ്റൊരു വാക്ക് അവർ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാഗ്മീർ ഉപയോഗിക്കുന്നത് ഈ കോട, അത് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുള്ളിക്കൊരു ഗണമെന്ന വണ്ണം ഭയങ്കരമായി പെയ്യുന്ന മഴയ്ക്ക്. ഇങ്ങനെ ഓരോ മഴകൾക്കും അവർ ഓരോ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്ഷരീയമായ ഒരു മഴയല്ല. പുതിയ നിയമ സഭ കാത്തിരിക്കുന്നത് ഒരു ആത്മീയ മഴയാണ്. പ്രൈസ് ഗോഡ്.
ആ അശിഷം മാറി നമ്മുടെ നടുവിലേക്കൊന്ന് പെയ്തിറങ്ങണമേ എന്നുള്ള ഒരു ദാഹം നമ്മുടെ അകത്തുണ്ടാകണം. ഈ നാളുകളിൽ നിങ്ങൾ ഈ വചനം നോട്ട് കുടിക്കാൻ വേണ്ടി അല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ഇത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾ വചനം ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾ ഈ പ്രസംഗം നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരും. ഈ പ്രസംഗത്തിന്റെ പോയിന്റുകൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ഉരുവിടാൻ തുടങ്ങും. കർത്താവെ, ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഞങ്ങളുടെ കൂടിവരവിൽ നിന്റെ ആത്മാവ് ഇറങ്ങണമേ. കർത്താവെ, ഒരു നദി പോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒന്ന് ഇറക്കുമാറാകണമേ. ദൈവത്തിനറിയാം എന്റെ പൈതന്റെ ഉള്ളിൽ വചനം വീണിട്ടുണ്ട്, അവൻ എന്നോട് നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വചനം പോയിന്റുകൾ കുറിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നമുക്ക് തരുന്നത്. ഒരു ദൈവ പൈതൽ വചനം ഏറ്റെടുത്തെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. അടുത്ത പ്രേസലിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. കാരണം ഈ വചനം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ദൈവം തന്റെ നാമമഹത്വത്തിനായി പറയുന്ന എല്ലാ വാക്കുകളും തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ സംരക്ഷകള് അരുളപ്പാടാണെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ മഴകളെ കുറിച്ച് നമ്മൾ ഒന്നൊന്നായി പഠിക്കുമ്പോൾ ഈ മഴ തരുന്നത് ദൈവമാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ആവർത്തനം 11-ന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അവനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത്, ശ്രദ്ധിക്കണേ വാക്ക്, എപ്പോഴാ നിങ്ങൾക്ക് മഴ വേണ്ടതെന്ന് എനിക്കറിയാം. എപ്പോഴെങ്കിലും മഴ കിട്ടിയിട്ട് അർത്ഥമില്ല. നിങ്ങളുടെ ദേശത്തിന് തക്ക സമയത്ത് മഴ തരുന്നത് ദൈവമാണ്. എന്നാൽ ആ മഴ അടച്ചു കളയുന്നതും നമ്മളാണ്. വായിക്കാൻ നമുക്ക് ചില വാക്യങ്ങളുടെ ജെരമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. നോക്കൂ, മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് തോന്നിയ സമയത്തല്ല, അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ഈ തക്ക സമയത്ത് പെയ്യാതെ മഴയുടെ സീസൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന്റെ കാരണം ആരാ? തുലാവർഷം പെയ്യാൻ നമ്മൾ കേരളത്തിൽ ഒരു മാസം നിശ്ചയിച്ചിട്ടില്ലേ? ആ നിശ്ചയിച്ച മാസത്തിൽ മഴ പെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, ഈയോ മഴ പെയ്യേണ്ട സമയം കഴിഞ്ഞു, കിണറ്റിലെ വെള്ളം വറ്റി. ഏലിയാവിന്റെ കാലത്ത് എഴുതിയൊരു പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദേശത്ത് മഴയില്ലായിയാൽ തോട് വറ്റിപ്പോയി. ഭൂമിക്ക് മഴ തരേണ്ടത് ദൈവമാണ്. എപ്പോഴെങ്കിലുമല്ല മഴ തരേണ്ടത്, അതത് സമയത്ത്. ഓരോ കർഷകനും മുൻമഴയുടെയും പിന്മഴയുടെയും വില അറിയാം. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച തന്റെ സഭയ്ക്കകത്ത് മഴ എപ്പോഴാ വേണ്ടതെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് ഏത് സമയത്ത് മഴ വേണമോ ആ സമയത്ത് മഴ പെയ്യിച്ചു തരാൻ ദൈവം വിശ്വസ്തനാ. പക്ഷേ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാതിരിക്കുന്നതിന് കാരണക്കാരനും ദൈവമല്ല, നമ്മളാണ്. ആ വാക്കൊന്നുകൂടെ വായിച്ചേ. അല്ലല്ല, ലാസ്റ്റ് വാക്യം വായിച്ചേ. ഇത് മാറിപ്പോകാൻ ഇവ മാറിപ്പോകാൻ ആരാ കാരണം? അകൃത്യങ്ങളാണ്. ദൈവം പറഞ്ഞു, ദേശത്ത് മഴ പെയ്യാതിരിക്കുമ്പോൾ എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം എന്റെ ആലയത്തിൽ വന്ന് എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? മഴ തരണമെന്ന് ദൈവം പറഞ്ഞതാണ്. പക്ഷെ ഇത് ഈ കാലങ്ങൾ മാറിപ്പോകുന്നതിന്റെ കാരണക്കാരൻ ആരാണ് ബൈബിൾ പറയുന്നത്? താഴ്ത്തു വായിച്ചോ. ഈ നന്മകളൊക്കെ മുടങ്ങുന്നതിന്റെ കാരണം എന്താ? ഉയരത്തിനുള്ള മഴ പെയ്തെങ്കിലേ ഫലങ്ങൾ, വൃക്ഷങ്ങൾ ഫലങ്ങളും തരികയുള്ളൂ. കർഷകന് കൃഷി ഇറക്കാൻ പറ്റത്തുള്ളൂ. മഞ്ഞും മഴയും ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ദൈവത്തിന്റെ നന്മയാണ്. അത് മനുഷ്യന് തരാൻ പറ്റുന്നതല്ല, അത് ഗവൺമെന്റിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ധാന്യം സപ്ലൈ ചെയ്യാൻ ഗവൺമെന്റിന് കഴിയും, പക്ഷെ ഇത് ഫലഭൂയിഷ്ടമാക്കി എടുക്കുവാൻ മഞ്ഞും മഴയും പെയ്യ്ക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്.
അതത് സമയത്ത് നമുക്ക് ഇത് ലഭിക്കേണ്ട മഴയാണ്. വീണ്ടും നമുക്ക് ചില വാക്കുകൾ വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:23. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ തക്ക അളവായി നിങ്ങൾക്ക് എന്ത് തരുന്നു? മുൻമഴ തരുന്നു. അപ്പൊ ദൈവമാണ് മുൻമഴയും പിന്മഴയുമായ വർഷങ്ങൾ പെയ്ച്ചു തരുന്നത്. അപ്പൊ ഓരോ മഴകളും അതത് സമയത്ത് തരുന്നതാ. ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾക്ക് മനസ്സിലായി, ഭൂമിക്കാവശ്യമായ മഴ. ഇനി നമുക്ക് മടങ്ങി വരാം. ഈ ഓരോ മഴകളും ജെരമ്യാ പ്രവാചകന്റെ പുസ്തകം 5:24 നമ്മൾ വായിച്ചു. ഇനി എസെക്കിയേൽ 34:26 കൂടെ വായിക്കാം. ഞാൻ അവയെയും എന്റെ കുഞ്ഞിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വെക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. ഞാൻ തക്ക സമയത്ത് എന്ത് പെയ്യിക്കും? മഴ പെയ്യിക്കും. അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. അത് എങ്ങനെയുള്ള മഴയായിരിക്കും? ഞാൻ ആ സമയത്ത് പെയ്യിക്കുന്ന മഴ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അപ്പൊ ഈ സമയത്ത് മഴ പെയ്യണമെങ്കിൽ ആ മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് എന്ത് ചെയ്യണം? അപേക്ഷിപ്പിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ച 2-3 മഴകളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന മഴകൾ. ഒന്ന്, പ്രധാനമായി പെയ്യുന്ന 2 മഴകളാണ് മുൻമഴയും പിന്മഴയും. മുൻമഴ എന്തിനു ലഭിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ, വിത്ത് മുളയ്ക്കണമെങ്കിൽ, ഒരു ജനനം നടക്കണമെങ്കിൽ എന്ത് പെയ്തേ പറ്റത്തുള്ളൂ? ഒരു മുൻമഴ പെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്തു നാളിൽ പെയ്തിറങ്ങിയത് ഒരു മുൻമഴയാണ്. ആ മുൻമഴയിൽ സഭകളുടെ ജനനം നടന്നു. ഇനി സഭയ്ക്ക് ഒരു കൊയ്ത്തുണ്ട്. ആ കൊയ്ത്ത് നടക്കണമെങ്കിൽ ഇനി ഇവിടെ പെയ്യേണ്ടത് പിന്മഴയാണ്. കൊയ്ത്തിന് മുമ്പ് ചെയ്യുന്നത് പിന്മഴയും ജനനത്തിന് മുമ്പ് നടക്കുന്നത് മുൻമഴയുമാണെങ്കിൽ ദൈവസഭയ്ക്ക് മുൻമഴ ലഭിച്ചു കഴിഞ്ഞു. അത് സഭയുടെ ജനനമായി മാറി. ആ മുൻമഴയുടെ ഒഴുക്കിനകത്ത് അനേക രോഗികൾ സൗഖ്യമായി. അപ്പോസ്തലന്മാരുടെ നിഴലുകൾ തട്ടിയപ്പോൾ രോഗികളുടെ രോഗം വിട്ടുപോയി, ഭൂതങ്ങൾ മാറിപ്പോയി. സഭകൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഇവിടെ ഉടലെടുക്കാൻ തുടങ്ങി. അപ്പൊ മുൻമഴ ദൈവസഭയ്ക്ക് ലഭിച്ചപ്പോൾ ദൈവസഭയുടെ ജനനം ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വീണ്ടും ജനനം നടക്കണമെങ്കിൽ നമ്മളിൽ പെയ്തിറങ്ങേണ്ടത് മുൻമഴയാണ്. അകത്തിരിക്കുന്ന ഈ വിത്താകുന്ന ദൈവത്തിന്റെ വചനം അങ്ങോട്ട് വന്ന് വീഴണമെങ്കിൽ, ആ വിത്ത് അങ്ങോട്ട് വന്ന് വീണിട്ടൊന്ന് മുളയ്ക്കണമെങ്കിൽ ആ ഹൃദയത്തിനകത്ത് പെയ്തിറങ്ങേണ്ട ആത്മമഴയുടെ പേരാ മുൻമഴ. മുൻമഴ പെയ്തിറങ്ങാതെ ഈ വചനം വിതച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. ഈ വചനം വെറും നിലത്ത് വിതയ്ക്കാറുള്ളതല്ല. അതുകൊണ്ട് ഈ വചനം, സുവിശേഷം ഒരാളുടെ ഹൃദയത്തിൽ വീഴുന്നതിന് മുൻപേ അവന്റെ ഉള്ളിൽ ആത്മമഴ പെയ്തിറങ്ങണം. ആ മഴയുടെ പേരാണ് മുൻമഴ. ആ മഴ വീണിറങ്ങി ഒരു ദൈവ പൈതലിന് വളർച്ച ആവശ്യമാണ്. നിരന്തരം വളർന്നേ പറ്റത്തുള്ളൂ. എബ്രായ ലേഖനത്തിൽ മറ്റൊരു മഴയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിക്കാമോ? 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. എന്തൊരു മഴയാണത്? പലപ്പോഴും പെയ്ത മഴ. ഈ മുൻമഴ ഒരിക്കൽ പെയ്തു, പിന്മഴ ഇനി കൊയ്ത്തിന് മുൻപ് പെയ്യും. പക്ഷെ ഈ കൊയ്ത്തിനും ജനനത്തിനും ഇടയ്ക്ക് പെയ്യുന്ന പേരാണെന്ത്? പലപ്പോഴായി പെയ്ത മഴ. ഈ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഇവിടെ ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ മുളപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിനും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും. മഴ ഭൂമിയിൽ വീഴുന്നതിന് ഈ മഴ അയച്ച ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ഈ മഴ നമുക്ക് തന്നത്, ഈ അനുഗ്രഹത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നത് നമ്മളിൽ നിന്ന് നല്ല ഫലം പുറത്തു വരാനാ. പകരം മുള്ളും ഞെരിഞ്ഞിലുമാണ് മുളപ്പിക്കുന്നതെങ്കിൽ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു, ചുട്ടുകളയല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ കുടിച്ച ഭൂമി, ഈ ഭൂമിയിൽ പെയ്തിറങ്ങിയ മഴ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇതാരെന്ന് ചോദിച്ചാൽ ലോകത്തിനല്ല ദൈവം ആത്മമഴ കൊടുത്തത്, ദൈവസഭയ്ക്കാണ്. ഇനി ഈ മഴകൾ നിരന്തരം കുടിച്ചിട്ട്, ഈ മഴ പലപ്പോഴും പെയ്തത് അനുഭവിച്ചിട്ട്, ഈ മഴ മുഴുവനും കുടിച്ച ഭൂമിയിൽ നിന്ന് ദൈവം
ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്താണെന്നറിയാമോ? നല്ല ഫലം. പക്ഷെ ആ ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം ഈർഷ്യയും പകയും പിണക്കവും വാശിയും വൈരാഗ്യവും ഇങ്ങനെയുള്ള ജഡീകമായ സ്വഭാവങ്ങളാണ് പുറത്തു വരുന്നതെങ്കിൽ കർത്താവിന് ഒന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ മഴ കുടിച്ച ഭൂമിയാണെങ്കിലും എനിക്കതിനെ ചുട്ടുകളയണം. ഇന്ന് രാത്രി വളരെ ഭയപ്പെടേണ്ട ഒരു വാക്യമാണ്. പലപ്പോഴും ദൈവം പെയ്ത മഴ കുടിച്ചിട്ട് എന്നിൽ നിന്ന് പുറത്തു വരുന്നത് എന്താ? ഞാൻ കുടിച്ച മഴയ്ക്ക് തക്കവണ്ണം ദൈവത്തിന് വല്ലതും കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു മഴയെ കുറിച്ച് ബൈബിൾ പറയുന്നത്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷിക്കാരന് ഹിതമായത്. ഇവിടെ രണ്ട് വിധത്തിലുള്ള സസ്യങ്ങളെ മുളപ്പെടുവിക്കുന്നതാണ്. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പെടുവിക്കുന്ന ഒരു ഫലം, മറ്റൊരിടത്ത് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവസഭയ്ക്കകത്ത് നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? നല്ല ഫലങ്ങളാണ്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ്. പക്ഷെ ദൈവസഭകൾക്ക് സംഭവിച്ചത് എന്താ? അവരുടെ പാപങ്ങൾ പെരുകുമ്പോൾ ദൈവം ഈ ആത്മമഴ പെയ്യുന്നത് നിർത്തും. അതുകൊണ്ട് ദേശത്ത് മഴ പെയ്യായികയാൽ തോട് എന്ത് ചെയ്യുന്ന വറ്റിപ്പോവും. തോട് വറ്റിയാലുള്ള സംഭവം എന്താണെന്നറിയാമോ? തോട്ടിൽ നീന്തി തുടിച്ചുകൊണ്ട് നടക്കുന്ന മത്സ്യങ്ങളെല്ലാം ചാകാൻ തുടങ്ങും. ചാകുന്നതല്ലല്ലോ വിഷയം, ചത്തു കഴിഞ്ഞാൽ പിന്നെ ദുർഗന്ധമാണ്. ദൈവസഭയ്ക്കകത്ത് മഴ പെയ്യാതെ മുൻപോട്ട് പോയാൽ ജീവന്റെ തുടിപ്പ് നിശ്ചലമാകും. ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ ഡെഡ് ബോഡിയാ. പിന്നെ ദൈവസഭയ്ക്കകത്തുനിന്നും ദുർഗന്ധമാ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു കാലയളവിലേക്ക് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതിനല്ല ദൈവം ആകാശം അടച്ചു കളയുന്നത്. പിന്നെയോ മഴ ദൈവസഭയ്ക്ക് ലഭിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു മഴയുടെ ആവശ്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കണം. അതാ പറഞ്ഞിരിക്കുന്നത്. ആ പിന്മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് എന്ത് ചെയ്യണമെന്നാ? നിങ്ങൾ അപേക്ഷിപ്പീൻ. മറ്റൊരു മഴയെ കുറിച്ച് തിരുവനന്തപുരം നമ്മൾ കാണുന്നുണ്ട്. 72-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും. പിന്മഴയുണ്ട്, മുൻമഴയുണ്ട്. അത് രണ്ടും എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. മുൻമഴ നമുക്ക് ലഭിക്കുന്നത് എന്തിനാണ്? വിത്ത് മുളപ്പിക്കാൻ, ജനനം നടക്കാൻ. ദൈവസഭയുടെ ജനനം നടന്നു കഴിഞ്ഞു. കൊയ്ത്തിന് മുമ്പ്, കൊയ്ത്തിന് ഇപ്പോൾ തന്നെ സമയം അടുത്തു എന്ന് കർത്താവ് പറഞ്ഞു. ദൈവസഭയുടെ ഇവിടുന്നുള്ള എടുക്കപ്പെടലാണ് കൊയ്ത്തെന്ന് ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് ഒരു വലിയ ഉണർവ് അയക്കും. എന്നാൽ ഇതിന് ഇടയ്ക്ക് പെയ്യുന്ന പലപ്പോഴും പെയ്ത മഴ, അത് ദൈവം നമുക്ക് തന്നത് നല്ല ഫലങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ്. ഇതൊക്കെ കുടിച്ച് 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 ഭൂമി ഇങ്ങനെ വീർത്തു 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 വന്നിട്ട് പ്രതീക്ഷിച്ച ഫലമല്ല ഭൂമിയിൽ നിന്ന് ലഭിച്ചത്. മുള്ളും ഞെരിഞ്ഞിലുമാണ്. സ്വയം ശോധന ചെയ്യുക. ഞാൻ കുടിച്ച മഴ, എന്നിൽ ദൈവം പകർന്ന ആത്മപകർച്ച, എന്നിൽ നിന്നും നല്ല ഫലം പുറത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ബൈബിൾ മറ്റൊരു മഴയെ കുറിച്ച് പറയുന്നു. ഒരു വൻമഴ, ഒരു വൻമഴ. ഈ മഴയാണ് ഇന്ന് ദൈവസഭയ്ക്ക് വേണ്ടത്. ഏത്? ഇനിയും ഈ പലപ്പോഴും പെയ്ത മഴ കൊണ്ട് ഫലമില്ലാതിരുന്നാൽ ഒരു വൻമഴ പെയ്യുക. എപ്പോഴാ വൻമഴയുടെ പ്രയോജനം അറിയാമോ? കുറെ കാലമായിട്ട് മഴയില്ലാതെ തോട്ടിലെ വെള്ളം വറ്റി ഈ മത്സ്യങ്ങളെല്ലാം അവിടെ കിടന്ന് ചത്ത അഴുകി, പല തുണികളെല്ലാം വന്ന് അവിടെ കുമിഞ്ഞുകൂടി, അവിടുത്തെ എല്ലാ മാലിന്യങ്ങളും വന്ന് ഈ തോടിൽ കുമിഞ്ഞുകൂടി. ഒരു ചാറ്റമഴ പെയ്താൽ ഈ മാലിന്യങ്ങളൊന്നും ഒഴുകിപ്പോകത്തില്ല. ഈ കുമിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കുകളെല്ലാം അവിടെ കിടക്കും. ഇങ്ങനെ കിടക്കുന്ന മാലിന്യങ്ങളും ഈ അഴുക്കുകളും ഒന്ന് ഒഴുകി മാറി പോകണമെങ്കിൽ ഒരു വൻമഴ പെയ്തേ പറ്റൂ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയത്, പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ ഒരു മഴ കൂടെ നീ പെയ്യിക്കണം. എന്തിനാ? മാലിന്യം മാറാൻ, നിൻ ജനമൊന്ന് ഉണരാൻ, ജീവൻ വ്യാപിപ്പിക്കാൻ ഒരു മഴ പെയ്യണം. ആ മഴ സാധാരണ മഴയല്ല, ഒരു വൻമഴ പെയ്യണമേ. പലപ്പോഴും പെയ്ത മഴകളുണ്ട്. പലപ്പോഴും പെയ്ത മഴ ഭൂമിക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കൊടുത്തെങ്കിലും മഴകൾ സാധാരണയായി നിന്നുപോയിരിക്കുകയാ. ഇന്ന് രാത്രിയിൽ ദൈവജനത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവ് ഇട്ടുതരുന്ന വിഷയം എന്താണെന്നറിയാമോ? കർത്താവേ, പലപ്പോഴും പെയ്യുന്ന ഒരു ചാറൽ മഴ കൊണ്ട് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിന്റെ വൻമഴ ഞങ്ങൾക്ക് തരണമേ. ഒരു വൻമഴ ഞങ്ങളുടെ വീട്ടിനകത്ത് അയച്ചാൽ, ഒരു വൻമഴ ഞങ്ങളുടെ സഭയ്ക്കകത്ത് അയച്ചാൽ, ഒരു വൻമഴ ഞങ്ങളുടെ രാജ്യത്ത് അയച്ചാൽ ജനം വിടുവിക്കപ്പെടാൻ ഇടയാകും. ദൈവം വൻമഴ തരാൻ തയ്യാറായി നിൽക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ് മഴയിരിക്കുന്നത്. ഞാൻ എന്റെ പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് കടന്നു വരാം. ആകാശത്തിന്റെ കിളിവാതിൽ മഴയ്ക്ക് വേണ്ടി തുറക്കുന്നതും അടയ്ക്കുന്നതും ആരുടെ കയ്യിലാണെന്ന് ബൈബിൾ പറയുന്നു? പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ്. അഗ്നിയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. ആരാന്നറിയാമോ? ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി മാത്രമല്ല ഇറങ്ങിയത്, പിന്നെയോ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിന്റെ കിളിവാതിൽ അടഞ്ഞു. 3.5 വർഷമായിട്ട് മഴയില്ല. ആഹാബിന്റെ ദുഷ്ടഭരണം, ഇസബേലിന്റെ ബാലിന്റെ പ്രവാചകന്മാരെ തീറ്റിപ്പോറ്റി അന്യ ദൈവങ്ങളെ സേവിക്കുവാൻ ദൈവത്തിന്റെ ജനം മാറിപ്പോയത് കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? 3.5 വർഷമായി മഴയില്ല. 3.5 വർഷമായി മഴയില്ലാതെ കിടക്കുന്ന ആഹാബിന്റെ രാജ്യത്ത് ഏലിയാവിന് മനസ്സിലായി, ഇനി പെയ്യേണ്ടത് ഒരു ചാറ്റൽ മഴയല്ല, ഇനി പെയ്യേണ്ടത് ഒരു മുൻമഴയല്ല, ഇനി പെയ്യേണ്ടത് ഒരു പിന്മഴയല്ല, ഇനി പെയ്തിറങ്ങേണ്ടത് ഒരു വൻമഴയാ. വായിക്കാമോ? 1 രാജാക്കന്മാർ 18:45. നോക്കൂ, ക്ഷണത്തിൽ ആകാശം കാർമേഘം കൊണ്ട് കറുത്തു. എന്താ പെയ്തേ? വൻമഴ പെയ്തു. ഏലിയാവിന് മനസ്സിലായി, 3.5 വർഷമായി ഈ ദേശത്ത് മഴയില്ലാതെ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിക്കകത്ത്, വറ്റിക്കിടക്കുന്ന തോട്ടിൽ ഒരു ചാറ്റമഴ കൊണ്ടൊന്നും സംഭവിക്കത്തില്ല. സംഭവിക്കണമെങ്കിൽ ഒരു വൻമഴ പെയ്തിറങ്ങിയേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ഒന്ന് അല്പം ശ്രദ്ധിച്ച ദൈവമക്കളെ, നാളുകളായിട്ട് വല്ലപ്പോഴും ഒന്ന് ചാറ്റമഴയായിട്ട് ഒരു ഉപവാസ പ്രാർത്ഥനയിലോ ഒരു വ്യാഴാഴ്ച രാത്രിയിലെ 2ാമത്തെ പാട്ടിന്റെ അവസാനമോ ഒരു ചാറ്റമഴയായി പെയ്തിറങ്ങുന്ന ഒരു മഴയല്ല ദൈവസഭയ്ക്ക് വേണ്ടത്. പിന്നെയോ നമുക്ക് വേണ്ടത് ഒരു വൻമഴ. ഈ വൻമഴ പെയ്തിറങ്ങാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഏലിയാവിന് മനസ്സിലായി, ഈ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. ഈ മഴ പെയ്യണമെങ്കിൽ എന്റെ തല കുനിഞ്ഞു വന്ന് എന്റെ മുട്ടുകളുടെ ഇടയിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. എന്റെ തല മുട്ടുകളുടെ ഇടയിൽ കൊണ്ടുവച്ച് ഞാൻ എന്റെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ടൊരു ബാല്യക്കാരനോട് പറഞ്ഞു, ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നീ പോയി നോക്കണം, മഴയുടെ വല്ല അടയാളവും കാണുന്നുണ്ടോ? ഞാൻ ആത്മാവിൽ ഒരു മുഴക്കം കേട്ടിട്ടുണ്ട്. ആ മുഴക്കം പെയ്തിറങ്ങുന്നതിന്റെ വല്ല അടയാളവും കണ്ടിട്ടുണ്ടോ? എനിക്കൊന്നറിയാം, ദൈവസഭയ്ക്കകത്ത് ഒരു വൻമഴയുടെ സമയമെടുത്തു. പലരുടെയും ഹൃദയത്തിൽ അതിന്റെ മുഴക്കം തട്ടിയിട്ടുണ്ട്. പക്ഷെ ആ മഴ പെയ്തിറങ്ങാൻ നമ്മൾ കൈയടിച്ചോണ്ടിരുന്ന പറ്റത്തില്ല. പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ഏലിയാവ് മുട്ടിനിടയിൽ തല കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയാ. പ്രാണവേദനയോടെ പ്രാർത്ഥിക്കുകയാ. പ്രസവ വേദനയോടെ പ്രാർത്ഥിക്കുകയാ. സ്ത്രീകൾക്കുണ്ടാകുന്ന വേദന പോലെ പ്രാർത്ഥിക്കുകയാ. ഈ ജനനത്തിന് വേണ്ടിയുള്ള ആ വേദന പോലെയുള്ള പ്രാർത്ഥന ഏലിയാവിൽ ഉഴച്ചു വരികയാ. ബാല്യക്കാരൻ ഓടി കിതച്ചു വന്നപ്പോൾ ഏലിയാവ് തല ഉയർത്തി ചോദിച്ചു, വല്ലതും കണ്ടോ? ഇല്ല, ഒന്നും കണ്ടില്ല. ഏലിയാവിന്റെ തല പെട്ടെന്ന് വീണ്ടും താഴോട്ട് പോയി. പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിച്ച് മുൻപോട്ടിരുന്നിട്ട് ബാല്യക്കാരനോട് പറഞ്ഞു, പോയി നോക്കിയിട്ട് വാ. അവൻ ഓടിപ്പോയി. തിരിച്ചവൻ ഓടി കിതച്ചു വന്നിട്ട് പറഞ്ഞു, ഏലിയാവ് തല ഉയർത്തി ചോദിച്ചു, വല്ലതും കണ്ടോ? ഇല്ല, ഒന്നും കണ്ടില്ല. അവൻ നിരാശപ്പെട്ടില്ല. അവന്റെ തല മുട്ടിനിടയിലേക്ക് പോയി. വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1, 2, 3, 4, 5, 6 പ്രാവശ്യവും ബാല്യക്കാരൻ മടങ്ങി വന്ന് ഏലിയാവിനോട് പറഞ്ഞു, ഒന്നും ഞാൻ കാണുന്നില്ല. 7ാമത്തെ പ്രാവശ്യവും ഏലിയാവിന്റെ തല മുട്ടിനിടയിലേക്ക് പോയിട്ട് ഏലിയാവ് പ്രാർത്ഥിച്ചു. 7ാം പ്രാവശ്യം അവനോട് പറഞ്ഞു, ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വാ. അവൻ മടങ്ങി വന്നത് ഇന്ന് ആർപ്പോടുകൂടെയാ, നിരാശയോടുകൂടെയല്ല. അവൻ ഏലിയാവിനോട് പറഞ്ഞു, ഒരു കൈപ്പത്തി പോലെ അടയാളം ഞാൻ കാണുന്നുണ്ട്. അത് മഴയുടെ അടയാളമാണ്. ഇന്നവന്റെ കയ്യിലിരിക്കിയ മഴ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനാ വാക്കുകളിൽ
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൈനിറച്ച് സാലറി ഒക്കെ വാങ്ങിച്ച് ജോലി പകലന്തിയോളം ചെയ്തിട്ട് ക്ഷീണിച്ച് ഭവനത്തിനകത്ത് വന്ന് കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ചടങ്ങ് പ്രാർത്ഥനയ്ക്കാൻ പായെടുത്തിടുമ്പോൾ ഒരു പാട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കത്തക്കവണ്ണം ഒന്ന് പാടാൻ കഴിയുന്നുണ്ടോ? ഒരു വേദപുസ്തകത്തിന്റെ അധ്യായം മുഴുവനും ഒന്ന് വായിച്ചു തീർക്കാൻ കഴിയുന്നുണ്ടോ? അതിനുമുമ്പ് കണ്ണിൽ ഉറക്കം വരത്തില്ലേ? അതിനുമുമ്പ് പലരും പ്രാർത്ഥിച്ചു നിർത്താൻ നമ്മൾ ധൃതി കാട്ടുകയല്ലേ? കാരണം എന്താണെന്നറിയാമോ? വരണ്ട കുടുംബജീവിതം, വരണ്ട കുടുംബജീവിതത്തിലെ ആത്മീയ ജീവിതം ഇത് സഭയ്ക്കകത്തല്ല തുടങ്ങേണ്ടത്, ഇത് തുടങ്ങേണ്ടത് വീട്ടിലാണ്. ആദ്യം മഴ പെയ്യേണ്ടത് കർത്താവ് ചർച്ചയിലല്ല, ഇവിടെ ഇരിക്കുന്നവരുടെ കുടുംബത്തിൽ തുടങ്ങേണ്ട. കുടുംബത്തിനകത്തുനിന്ന് ഒരു മഴ പെയ്തിറങ്ങി ഭാര്യയും ഭർത്താവൂടെ മുഴങ്കാലിരുന്ന് ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോൾ അവിടെ മഴയുടെ തുടക്കമായി. സഭയിൽ ഉണർവ് വേണ്ട, സഭയിൽ ഉണർത്തിയും വേണ്ട, സഭയിൽ ഉണർവ് ഉണ്ടായിക്കൊള്ളും. കുടുംബത്തിൽ ആരംഭിച്ചാൽ മതി. ആ ഉണർവുമായിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ തീ കത്തിക്കാൻ ആരും ഊതണ്ട. തീയ വന്നേക്കുന്നത്, തീയ വന്നേക്കുന്നത് അവിടെ ശരിക്കും മഴ പെയ്തിറങ്ങാൻ തുടങ്ങി. വരണ്ട പ്രാർത്ഥനാ ജീവിതം, വരണ്ട ബൈബിൾ വായന, വരണ്ട ആത്മീയ അനുഭവങ്ങള്. ബൈബിൾ വായിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. ഏലിയാവിനെ പോലെ മുഴങ്കാലുകളുടെ ഇടയിൽ തല കൊണ്ടുവച്ച് എന്റെ കുടുംബത്തിനകത്ത് ഒരു മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം: വാട്സപ്പ് ഓഫ് ചെയ്യുക, ഫേസ്ബുക്ക് ക്ലോസ് ചെയ്യുക. വ്യക്തിപരമായ പ്രാർത്ഥനയുടെ മൂല്യമേറിയ സമയമല്ലേ ഇതൊക്കെ തിന്നു കളയുന്നത്? ഇത് തൊഴണ്ടെന്നല്ല, ഇതിനൊക്കെ നിങ്ങൾ അർഹതയില്ലാത്ത സമയം കൊടുക്കരുത്, അമിതമായ പ്രാധാന്യം കൊടുക്കരുത്. അവിടെ കിടന്നുകൊണ്ട് ഇതിങ്ങനെ അലാറം മുഴക്കുമ്പോഴും പ്രാർത്ഥനാ മുറിയിൽ അതിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കുറെ സമയം പ്രാർത്ഥിക്കട്ടെ. അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ അത് സ്വിച്ച് ഓഫ് ആണെന്ന് കേൾക്കുമ്പോൾ അതിന് മനസ്സിലാകട്ടെ അവിടെ പ്രാർത്ഥന നടക്കുക. പക്ഷെ എവിടെയോ തകർന്നുപോയി, എവിടെയോ തകർന്നുപോയി. നമുക്ക് പേരെടുത്ത് പറയാൻ പലതും ഉണ്ടായി. പ്രസ്ഥാനങ്ങള്, കെട്ടിടങ്ങള്, നല്ല വിദ്യാഭ്യാസമുള്ളവർ, ഇഷ്ടം പോലെ പണം, ആവശ്യത്തിന് വാഹനങ്ങൾ. ഏഴംകുളം സാമ്പുട്ടിച്ചായൻ പറഞ്ഞതുപോലെ പണ്ടൊക്കെ ദൈവസഭയ്ക്കകത്ത് ഓരോരുത്തർക്കും പേരിട്ടിരുന്നത് സ്തോത്രം ശോശാമ്മച്ചി, ഹല്ലേലൂയ തോമാച്ചായൻ. കാരണം അവര് സഭ വന്ന് നിരന്തര സ്തോത്രം പറയുമ്പോൾ പിള്ളേരിട്ട പേരാ സ്തോത്രം ശോശാമ്മ. ഇന്നെന്തോ പറയുന്നതെന്ന് അറിയാമോ? ലെഗിൻസ് ഇട്ട അമ്മച്ചി. കാരണം ആള് മാറിപ്പോയി. പ്രാടോ തോമാച്ചൻ. കാരണം അച്ഛൻ പ്രാടോ വണ്ടിയല്ല വന്നേ. അച്ഛനെ ഹല്ലേലൂയ തോമ എന്നല്ല വിളിക്കുന്ന, പ്രാടോ തോമ. റാഡോ ചാക്കോച്ചൻ, റാഡോ വാച്ച് കെട്ടിയേക്കുക. പക്ഷെ പണ്ട് അങ്ങനല്ലായിരുന്നു. ഹല്ലേലൂയ തോമാച്ചൻ, സ്തോത്രം ശോശാമ്മ അമ്മച്ചി. ഈ പേരൊക്കെ ആയിരുന്നു പിള്ളേർക്ക് പറയാൻ. കാരണം അവർ സഭയ്ക്കകത്ത് അങ്ങനെ നിറഞ്ഞു നിന്നേ. ഇന്ന് നമ്മളെ അറിയപ്പെടുന്നത് ഏത് പേരിലാ? ഇന്ന് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഏത് പേരിലാ? നമ്മൾ കൊണ്ടുവരുന്ന വാഹനങ്ങളല്ല നമ്മുടെ ആത്മനിറവിന്റെ തെളിവ്. നമുക്ക് ലഭിച്ച ഭൗതിക നന്മകളല്ല ആത്മനിറവിന്റെ തെളിവ്. ഇവിടെ ഒരു മഴ പെയ്തേ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയ്ക്ക് കഴിയും. അയർലൻഡ് പട്ടണം മുഴുവനും പാപത്താൽ പിടിക്കപ്പെട്ടു. വേശ്യാലയങ്ങൾ പരസ്യമായി തുറന്നു, ലൈസൻസ് ലഭിച്ചു. പുകയിലേക്കും മറ്റുമായിട്ട് വിഷം പകരുന്ന തമ്പാക്കു പോലെയുള്ള സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. പരസ്യമായി മദ്യശാലകൾ 24 മണിക്കൂറും തുറക്കപ്പെടാൻ തുടങ്ങി. പള്ളിയിൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വരാൻ ജനങ്ങൾ ഇല്ലാതായി. കൽക്കരി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ഭാരമിട്ടു. അദ്ദേഹത്തിന്റെ പേര് ഇവാൻ റോബർട്ട്സ് എന്ന. പുരോഹിതനോട് ചെന്ന് ചോദിച്ചു, പള്ളി ഒന്ന് തുറന്നു തരുമോ, അല്പനേരം പ്രാർത്ഥിക്കാൻ. കൽക്കരിയിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരന് പ്രാർത്ഥിക്കാൻ പള്ളി തുറന്നു കൊടുത്തില്ല. തന്റെ കൽക്കരി ഫാക്ടറിയിൽ ഫ്രീ കിട്ടുന്ന സമയം മാറിയിരുന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, അയർലൻഡിനെ വിടിവിക്കണം, അയർലൻഡിനെ വിടിവിക്കണം. ഇവിടുത്തെ പാപത്തെ തുടച്ചു മാറ്റണം. ഇവിടെ ആത്മാവിന്റെ മഴ പെയ്യണം. പ്രാർത്ഥനയുടെ ഭാരം കൂടി വന്നപ്പോൾ തനിക്ക് ജോലി സമയത്ത് ലഭിക്കുന്ന ഫ്രീ ടൈം പ്രാർത്ഥനയ്ക്ക് മുഴുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ജോലി രാജിവെച്ചേച്ച് വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മനുഷ്യനോടുള്ള സംസർഗങ്ങൾ കുറച്ച്, മനുഷ്യനോടുള്ള ബന്ധങ്ങൾ കുറച്ച് താനൊരു മുറിയിൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ചു. ഒന്നല്ല, 7 വർഷം ഇവാൻ റോബർട്ട്സ് അയർലൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ?
അയർലൻഡിനെ പരിശുദ്ധാത്മാവ് പിടിച്ചു കുലുക്കാൻ തുടങ്ങി. അവിടുത്തെ വേശ്യാലയങ്ങളിലേക്ക് പോകുന്ന വ്യക്തികൾ വഴിയിൽ നിന്ന് പാപബോധമുണ്ടായി പൊട്ടിക്കരഞ്ഞ് അവർ തിരിച്ച് പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി. മദ്യശാലയിൽ ക്യൂ നിൽക്കുന്നവർ അവിടെ നിന്ന് പാപബോധമുണ്ടായി പൊട്ടിക്കരഞ്ഞ് പള്ളിയിലേക്ക് പോയി. അവിടെ പുകവലിക്കുന്നവർ അത് ഉപേക്ഷിച്ച് പള്ളിയിലേക്ക് വന്നു. മദ്യശാലകൾ പൂട്ടി, അവിടുത്തെ വേശ്യാലയങ്ങൾ പൂട്ടി, പള്ളിയിൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. അയർലൻഡിൽ ഭയങ്കര ഉണർവുണ്ടായി. ഒറ്റ മനുഷ്യന്റെ പ്രാർത്ഥന. അയർലൻഡിലെ ഉണർവ് മറ്റു രാജ്യങ്ങളിൽ അറിഞ്ഞപ്പോൾ പലരും അയർലൻഡിലെ ഉണർവ് കാണാൻ വന്നു. ആരാണ് ഇതിന്റെ കാരണക്കാരെന്ന് കണ്ടപ്പോൾ ഇവാൻ റോബർട്സിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവർ വന്ന് ചോദിച്ചു, ബ്രദർ ഇവാൻ റോബർട്സ്, ഈ ഉണർവിന്റെ കാരണം എന്താ? നീ കൊടുത്ത വില എന്താ? ഇവാൻ റോബർട്സ്, നിങ്ങൾക്ക് ഇത് അറിയണമെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് അതിൽ രഹസ്യമായി ചിലരെ കൊണ്ടുപോയി തന്റെ പ്രാർത്ഥനാ മുറിയിൽ കിടക്കുന്ന ഒരു കട്ടിലിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു കയറ്റുമെത്തയും കാണിച്ചു. ഈ ചവിട്ടുമെത്തക്കകത്ത് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച് 2 ഭാഗങ്ങൾ കുഴിയായി മാറി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊടുത്ത വില ഇതാ. നീണ്ട 7 വർഷം ഇവിടെ മുഴങ്കാലിൽ നിന്ന് അയർലൻഡിന് വേണ്ടി നിലവിളിച്ചപ്പോൾ ദൈവം അയച്ച ഉണർവായത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം കുടുംബത്തിന് ഇനി എത്ര പേർ രക്ഷിക്കപ്പെടാനുണ്ട്? നിങ്ങളുടെ ദേശത്തിന് എത്ര പേർ രക്ഷിക്കപ്പെടാനുണ്ട്? ഈ സഭയ്ക്കകത്ത് ഇനിയും സ്ഥലം കിടക്കുന്നില്ലേ? ആർക്കൊണ്ടൊരു ആത്മഭാരം, ദൈവമേ ഒരു മഴ കഴിക്കണമേ. ഈ മഴ പെയ്തിറങ്ങിയാൽ അത് ഉണർവായി മാറും. ഏലിയാവിനെ പോലെ പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കട്ടെ. മുട്ടിനിടയിൽ തലവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാർ. അങ്ങനെയാണ് യാക്കോബ് പറഞ്ഞത്. പ്രാർത്ഥനാ വീരനായ യാക്കോബ് തന്റെ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു. അടുത്ത വാക്ക്, പിന്നെയും അവൻ മഴ പെയ്യേണ്ടതിന് പ്രാർത്ഥിച്ചു. ദൈവം മഴ പെയ്യിക്കാൻ തുടങ്ങി. മഴ കൊണ്ടുവരുന്നത് ആത്മഭാരത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. മുഴങ്കാലുകളിൽ ഇരുന്നിട്ടിരിക്കാമോ? മുഴങ്കാലുകളിൽ ഇരിക്കാമോ?